ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ട് ഇടപെടുന്നുണ്ട്. ഒരുപാട് താരങ്ങളെ ഒഴിവാക്കി പുതിയതായിക്കൊണ്ട് 3 താരങ്ങളെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. വിദേശ താരങ്ങളായിക്കൊണ്ട് മർലോൺ റൂസ്, കെവിൻ യോക്ക് എന്നിവരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന വിവരം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബംഗ്ലാദേശി താരവുമായി എഗ്രിമെന്റിൽ എത്തിയിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ വാർത്ത നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശിന്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന താരമാണ് താരിഖ് കാസി. അദ്ദേഹം ഒരു സെന്റർ ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് പൊസിഷനിലും കളിക്കും. 25 വയസ്സുള്ള താരമാണ് താരിഖ് കാസി. അദ്ദേഹവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഗ്രിമെന്റിൽ എത്തിയിരുന്നു. പക്ഷെ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹവുമായി ധാരണയിൽ എത്തിക്കൊണ്ട് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ നിന്നും പിൻവാങ്ങി എന്നാണ് ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ത്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ സെന്റർ ബാക്ക് താരം ബംഗ്ലാദേശി ക്ലബ്ബായ ബസുന്ധര കിങ്സിന് വേണ്ടിയാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഫിൻലാൻഡിലായിരുന്നു ഇദ്ദേഹം ജനിച്ചിരുന്നത്. ഫിൻലാൻഡിന്റെ അണ്ടർ 16, 17, 18, 19 ടീമുകൾക്ക് വേണ്ടിയൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. യൂറോപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് താരിഖ് കാസി. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിദേശ സെന്റർ ബാക്കിനെ ആവശ്യമാണ്. എന്തെന്നാൽ യുവാൻ റോഡ്രിഗസ് പോയിട്ടുണ്ട്. മാത്രമല്ല ഡുഷാൻ ലഗാത്തോറും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വിദേശ സെന്റർ ബാക്കിന് വേണ്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.